നമുക്ക് ആത്മകഥകൾ ഒന്ന് നോക്കാം. ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥ ഏതാണെന്ന് അറിയുമോ? ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയാണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം. അന്നാചാണ്ടിയുടെ ആത്മകഥയാണ് എന്ത്? അന്നാചാണ്ടിയുടെ ആത്മകഥയാണ് ആത്മകഥ. KR ഗൗരിയമ്മയുടെ ആത്മകഥയാണ് ആത്മകഥ. P വത്സലയുടെ ആത്മകഥയാണ് കിളിക്കാലം. ഏതാണ്? കിളിക്കാലം. അതുപോലെ തന്നെ മാധവിക്കുട്ടിയുടെ ആത്മകഥയാണ് എൻ്റെ ജീവിതം. മാധവിക്കുട്ടിയുടെ ആത്മകഥയാണ് എൻ്റെ ജീവിതം. EMSന്റെ ആത്മകഥയാണ് ആത്മകഥ. ആത്മകഥ. അതുപോലെ തന്നെ K കരുണാകരൻ്റെ ആത്മകഥ പതറാതെ മുന്നോട്ട്. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ്. EK നയനാരുടെ ആത്മകഥയാണ് എൻ്റെ സമരം. VS അച്യുതാനന്ദൻ്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം. അതുപോലെ C അച്യുതമേനോന്റെ ആത്മകഥയാണ് എൻ്റെ ബാല്യകാല സ്മരണകൾ. മന്നത്തു പത്മനാഭന്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. അതുപോലെ തന്നെ കേരളവർമ്മ വലിയകോയി തമ്പുരാന്റെ ആത്മകഥയാണ് എൻ്റെ മൃഗയാസ്മരണകൾ. CK ജാനുവിൻ്റെ ആത്മകഥയാണ് അടിമ മക്ക. CK ജാനുവിൻ്റെ ആത്മകഥയാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഡോക്ടർ M ലീലാവതിയുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം. അതുപോലെ തന്നെ ഫാദർ ജോസഫ് വടക്കൻ്റെ ആത്മകഥയാണ് എൻ്റെ കുതിപ്പും കിതപ്പും. വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ ആത്മകഥയാണ് എൻ്റെ കാവ്യലോക സ്മരണകൾ. AKGയുടെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ. അതുപോലെ തന്നെ AKGയുടെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ. C കേശവന്റെ ആത്മകഥയാണ് ജീവിത സമരം. ജീവിത സമരം. VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. അതുപോലെ തന്നെ VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും കേട്ടോ. KG ജോർജിൻ്റെ ആത്മകഥ ഫ്ലാഷ് ബാക്ക് എൻ്റെയും സിനിമയുടെയും. മോഹൻലാലിൻ്റെ ആത്മകഥ എൻ്റെ ഹൃദയത്തിൻ്റെ കയ്യൊപ്പ്. മമ്മൂട്ടിയുടെ ആത്മകഥ ചമയങ്ങളില്ലാതെ. ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ആത്മകഥ തൃപ്പടിദാനം. ആരുടെ ആത്മകഥയാണ്? ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ആത്മകഥയാണ്. VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. അതുപോലെ തന്നെ കോട്ടയ്ക്കൽ ശിവരാമന്റെ ആത്മകഥ ഏതാണ്? സ്ത്രൈണം കേട്ടോ. കോട്ടയ്ക്കൽ ശിവരാമന്റെ ആത്മകഥയാണ് സ്ത്രൈണം.